പ്രളയം ബാധിച്ച ശ്രീലങ്കയിലേക്ക് ദുരിതാശ്വാസവുമായി പാകിസ്ഥാൻ അയച്ച വസ്തുക്കൾ കാലാവധി കഴിഞ്ഞതെന്ന് ആരോപണം. ഇന്നും എപ്പോഴും പാകിസ്ഥാൻ ശ്രീലങ്കയ്ക്കൊപ്പം എന്ന ക്യാപ്ഷനിൽ പാകിസ്ഥാൻ എക്സിൽ ചിത്രങ്ങൾ പങ്കുവച്ചതോടെയാണ് ഉൽപ്പന്നങ്ങൾ കാലാവധി കഴിഞ്ഞതാണെന്ന് വിമർശനമുയർന്നത്. ഇതോടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പാകിസ്ഥാനെതിരെ ആക്ഷേപം ഉയരുകയാണ്. ചിത്രത്തിലുള്ള വസ്തുക്കളുടെ പാക്കറ്റിൽ കാലാവധി 2024 ഒക്ടോബർ എന്നാണ് രേഖപ്പെടുത്തിയതായാണ് ആളുകൾ ചൂണ്ടിക്കാട്ടിയത്. ഇതോടെ പാകിസ്ഥാനെതിരെ കടുത്ത വിമർശനമുയർന്നു. ഉപയോഗശൂന്യമായ വസ്തുക്കളാണ് അയച്ചതെന്ന വിവരം ശ്രീലങ്കൻ അധികൃതർ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതാദ്യമായല്ല പാകിസ്ഥാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നും വിമർശകർ പറയുന്നു. 2021 താലിബാൻ അഫ്ഗാൻ തിരിച്ചുപിടിച്ച സമയത്ത് ഇന്ത്യ അവിടേക്ക് സഹായമായി പാകിസ്ഥാൻ വഴി അയച്ച ധാന്യപ്പൊടി അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗശൂന്യമായ നിലയിലാണ് കാബൂളിലെത്തിയിരുന്നത്. ശ്രീലങ്കയിൽ ഡിറ്റാവ് ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയത്തിൽ പ്രസിഡന്റ് അനിൽകുമാർ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സാഗർ ബന്ധുവിലൂടെ 53 ടൺ ദുരിതാശ്വാസ സഹായമാണ് ഇന്ത്യ ഇതുവരെ ശ്രീലങ്കയിലേക്ക് അയച്ചത്. നാവികസേനയുടെ 2 കപ്പലുകളും വ്യോമസേനയുടെ 3 വിമാനങ്ങളും കൊളംബോയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അതേസമയം ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇന്തോനേഷ്യ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1000 കവിഞ്ഞു. ഒരാഴ്ചയ്ക്കിടെ ഇന്തോനേഷ്യയിൽ മാത്രം മരിച്ചത് 604 പേരാണ്. 335 പേർ ശ്രീലങ്കയിലും 176 പേര് തായ്ലൻഡിലും മരണപ്പെട്ടുവെന്നാണ് കണക്ക്. നൂറുകണക്കിന് ആളുകളെ കാണാതായി. ദശലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. ഇന്തോനേഷ്യയിലാണ് പ്രളയം ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയത്. സെനിയാർ എന്ന അപൂർവമായ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഇന്തോനേഷ്യയിൽ മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും കാരണമായത്. സുമത്ര ദ്വീപിൽ മാത്രം മരണസംഖ്യ 300 കടന്നെന്ന് കണക്കുകൾ പറയുന്നു.